വെൽക്കം ബാക്ക് ടു സഫാബ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്യണം. അതുപോലെ ഞാൻ ഈ വേറിതിരിക്കുന്ന ഫാബ്രിക് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഫാബ്രിക് ആയിരുന്നു. ഇതിങ്ങനെ തന്നെ ഫുള്ള് ടോപ്പായിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഫുള്ള് ടോപ്പ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ തയ്ക്കാൻ നിർത്തിയാൽ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞേക്കോ. അപ്പൊ ഈ ഒരു ഫാബ്രിക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക്കും ഈ വർക്കുള്ള ഓർഗൻസ ഫാബ്രിക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് സാരിക്കൊക്കെ ആയിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മറക്കരുത്. അപ്പൊ നമുക്ക് കളക്ഷൻസ് തുടങ്ങാം. സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ റണ്ണിങ് ഫാബ്രിക്സിന്റെ വീഡിയോയിലെ ഓർഡേഴ്സ് എല്ലാം 2 ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് ചെയ്തുള്ളൂ. സോ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. അപ്പൊ 2 ദിവസത്തിന് ശേഷമാണ് ഡിസ്പാച്ച് ചെയ്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഡെലിവറി. അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കുറേ പേരിങ്ങനെ പടപടാ തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി, പക്ഷെ നമുക്ക് ഓർഡർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരുടെ ഓർഡർ എടുക്കൽ നടക്കില്ല. അപ്പൊ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ആളുടെ മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് മിസ് കോൾ അടിച്ചോണ്ടിരിക്കും. പക്ഷെ എനിക്ക് എന്താ പറയുക, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്കുക. ഞാൻ ഒരു 10-15 മിനിറ്റിന് ശേഷം റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ മാത്രം കോൾ ചെയ്യുക കേട്ടോ. പടപടാ വിളിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമുക്ക് നിങ്ങളുടെ മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ല, വേറെ ആൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലേക്കാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കളക്ഷൻസ് തുടങ്ങാം. നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ എൻ്റെ ഇത് റീപർച്ചേസ് ചെയ്യുന്നവരാണ്. കാരണം ഒരു പ്രാവശ്യം മേടിച്ച് എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ്. നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്, ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഇന്നും കുറച്ചധികം നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ഇന്ന് ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന ഒരു ഓർഗൻസ ഫാബ്രിക് ആണ്. ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന 4 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ വന്നേക്കുന്ന പ്യുവർ ജോർജറ്റ് ഓർഗൻസ അല്ലെങ്കിൽ വിസ്കോസ് ഓർഗൻസ. നമ്മൾ ചെയ്യുന്ന ഫാബ്രിക്സ് എല്ലാം പ്യുവർ ആണ് കേട്ടോ. നമ്മളെല്ലാം ഈ ഓർഗൻസയും ജോർജറ്റും എല്ലാം പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ്. നമ്മൾ പ്രീമിയം മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു മാനുഫാക്ചറിനെ എനിക്ക് കിട്ടി. സോ അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ്. ഈ ഓർഗൻസ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ചിലപ്പോൾ പല റേഞ്ചിലും പല ക്വാളിറ്റി ഫാബ്രിക്സ് ഉണ്ടാവും. പക്ഷെ ഇത് പ്യുവർ ഓർഗൻസ ഫാബ്രിക് ആണ്. ഹാൻഡ് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്നത്, ഹാൻഡ് ഷിബോരി ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ്. 4 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ്. എൻ്റെ കളർ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഒരു ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനും ബ്ലൂവും ആണ് കളർ കോമ്പിനേഷൻ. സെക്കൻഡ് വൺ വന്നേക്കുന്നത് വയലറ്റും ഒരു ബേബി പിങ്ക് അല്ല, ഒരു വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു പിങ്ക് ഉണ്ടല്ലോ, ഭയങ്കര പേസ്റ്റൽ അല്ലെങ്കിൽ ഒരു ലാവൻഡർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പിങ്ക്, അങ്ങനത്തെ ഒരു ഷെയ്ഡും ഡാർക്ക് വയലറ്റ് ഷെയ്ഡും. ആൻഡ് റാണി പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക്, ബേബി പിങ്കും റാണി പിങ്കും. ആൻഡ് ഇത് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ഇങ്ങോട്ടേക്ക് ആ ഒരു ഗ്രീൻ ഇങ്ങനെ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ, അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഗ്രീൻ, അങ്ങനത്തെ ഒരു ഗ്രീനും ആയിട്ട് വന്നേക്കുന്ന 4 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. ഓർഗൻസ ആണ് ഫാബ്രിക്. ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഏതാ കാണിക്കണ്ടേ? ഫസ്റ്റ് റാണി പിങ്ക് കാണിക്കാം. 44 ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വിട്ട് വന്നേക്കുന്നത്. നല്ല രസമായിരിക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് സ്ലിറ്റർ ടോപ്പോ അല്ലെങ്കിൽ എയർലൈൻ ടോപ്പോ പിള്ളേർക്ക് ഫ്രോക്കായിട്ടോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ വരുന്നു ഫാബ്രിക്. പ്യുവർ ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതിന്റെ ലൈനിങ്ങും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ഓർഗൻസ, ഇങ്ങനെ പറന്ന് നിൽക്കൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് പ്യുവർ ഓർഗൻസയാണ്. ജോർജറ്റ് ഓർഗൻസ എന്നും പറയും, കാരണം ജോർജറ്റ് പോലെ കിടക്കുന്ന ഫാബ്രിക് ആണ്. ആൻഡ് ഇത് ഞാൻ എൻ്റെ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മുടെ മഷ്റൂം സിൽക്കിന് വേണ്ടിയിട്ട് ഡൈ ചെയ്ത് വെച്ച ഫാബ്രിക് ആണ്. സോ ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ദുപ്പട്ടയാണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ദുപ്പട്ട. ഇത് ഷാൻറ്റോണിൽ നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന ബോട്ടമാണ്. സോ ഇതിന്റെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഈ 4 ഷെയ്ഡ്സിലും നിങ്ങൾക്ക് അങ്ങനെ ബോട്ടവും ദുപ്പട്ടയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിരിക്കും. അപ്പോൾ ആ ഒരു ഭയങ്കര എലഗന്റ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ
കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ. സോ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് റാണി പിങ്ക്, നല്ലൊരു റെഡ് റാണി കളർ. മീറ്റർ പ്രൈസ് വരുന്നത് 295. നെക്സ്റ്റ് വന്നേക്കുന്ന കളർ കോമ്പിനേഷൻ കണ്ടോ, എന്ത് ഭംഗിയാ നോക്കി, നല്ലൊരു ബ്ലൂവും 2 ലെയർ വെച്ച് കാണിക്കാം, അപ്പം എന്നാലും അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ബ്ലൂ ആൻഡ് ഒരു പേസ്റ്റൽ ബ്ലൂവും ഒരു ഗ്രീനും. ഇതിൻ്റെ കണ്ടോ ഈ ഒരു ഗ്രീൻ കളറിലേക്ക് ഡൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ബ്ലൂ ഉണ്ടെങ്കിലും നല്ലതാട്ടെ, ഈ ബ്ലൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ ബ്ലൂ ആണെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്കൊരു കുർത്തി, സ്ട്രൈറ്റഡ് കുർത്തി അല്ലെങ്കിൽ ലൈൻ ചെയ്തിടാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. വെരി ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസ് ആണ്. അങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 295. നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കും ഇപ്പം ഇന്ന് കാണിക്കുന്നതിൽ ആകെ 1-2 ഫാബ്രിക് മാത്രം നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നത് ഒരു കടയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പ്രൊഡക്ഷൻ കൊടുത്ത് മാനുഫാക്ചററിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. സോ ഭയങ്കര സന്തോഷം, നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ്, എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്നും എല്ലാ ആഴ്ചയും പുതിയ കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, കാരണം നമുക്ക് അത്രയധികം എൻക്വയറി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അടുത്ത കളർ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റും ഒരു ലാവൻഡർ ഷെയ്ഡും കൂടെയാണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. ഈ ഒരു ഡാർക്ക് വയലറ്റിലേക്ക് ബോട്ടവും ദുപ്പട്ടയും ചെയ്തെടുത്താൽ നല്ല രസമായിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു സെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മീറ്റർ പ്രൈസ് വരുന്നത് 295. അടുത്തത് ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇത് കുറേ പേര് റീസ്റ്റോക്ക് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിൻ്റെ ജെറ്റ് ബ്ലാക്ക് കളറും ബേസ് ടോണും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് വന്നേക്കുന്ന 44 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ലിനൻ ഫാബ്രിക് ആണ്. സെമി ലിനൻ ആണ് കേട്ടോ, പ്യുവർ അല്ല. നമുക്ക് ടോപ്പ് കുർത്തി ചെയ്യാനും കോട്ട് സെറ്റ് പോലെ ചെയ്യാനും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇതാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ, നരച്ച ബ്ലാക്ക് അല്ല, പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ്. സോ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട്. മീറ്റർ പ്രൈസ് വരുന്നത് 190. അടുത്ത ഷെയ്ഡ് ബേജ് ആണ്, നല്ലൊരു ടസറിന്റെ കളർ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇത് വന്നേക്കുന്നു 190 പെർ മീറ്റർ. സെമിലിൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ടോപ്പും ബോട്ടം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. 44 ഇഞ്ച് വിത്ത് 190 പെർ മീറ്റർ. അടുത്തത് ചന്ദേരി ഫാബ്രിക്കിൽ ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ കാന്താവർക്ക് വരുന്നു. നല്ല രസമുള്ളൊരു കാന്താവർക്ക്. ഇത് സെൽഫ് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. നല്ലൊരു ബ്ലൂവും ലൈറ്റ് ഒരു സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വൈറ്റും ഉണ്ട്. സോ നിങ്ങൾക്ക് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നേവി ബ്ലൂ ബോട്ടത്തിൻ്റെ കൂടെയും ഇടാൻ പറ്റും. വൈറ്റിൻ്റെ കൂടെ മതി, നല്ല രസമായിരിക്കും വൈറ്റിൻ്റെ കൂടെ. ഇങ്ങനെ വന്നേക്കുന്നു. കാന്ത സ്റ്റിച്ചാണ് കേട്ടോ പോയിരിക്കുന്നത്. ഇത് പ്രിന്റ് അല്ല, ഇത് റിയൽ ആയിട്ടുള്ള കാന്ത സ്റ്റിച്ചാണ്, സ്റ്റിച്ച് വർക്ക് പോയിരിക്കുന്നതാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ളൊരു കളറല്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. 235 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ കാന്ത ലൈൻസ് പോയിരിക്കുന്നു, കാന്ത സ്റ്റിച്ചസ്. അടുത്തത് പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇത് വന്നേക്കുന്നത് പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ജോർജറ്റ് ആണ്. കണ്ടോ, നല്ല ജോർജറ്റ്, കൂടിയ ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക് ആണ്. അതിലേക്ക് ഇങ്ങനത്തെ ഒരു ഹാൻഡ് പ്രിന്റിങ് ചെയ്തേക്കുവാണ്. ഇതൊരു മാർബിൾ ഡിസൈൻ പോലെ ഫുൾ ഇങ്ങനത്തെ ഹാൻഡും കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്തേക്കുവാണ്. ഹാൻഡും കൊണ്ടാണ് ഇതിൻ്റെ കളറിങ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു, ടൈ ആൻഡ് ഡൈ പോലെ ചെയ്തേക്കുന്നത്. അത് കണ്ടോ, അതിൻ്റെ ഡിസൈൻ കണ്ടോ, മാർബിൾ പ്രിന്റ് പോലെ പോയിക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. മസ്റ്റാർഡ് യെല്ലോയും ഡാർക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോയും ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോയും പിന്നെ ഒരു ബ്രൗണും വന്നേക്കുന്ന ഒരു നല്ല രസമുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ഇത് നിങ്ങൾക്ക് എയർ ലൈൻ ടോപ്പ് ചെയ്യാം. ഈ ഒരു യെല്ലോ ബോട്ടം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ ഈ ഒരു കോഫി ബ്രൗൺ ബോട്ടം ഇട്ടാൽ, ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ബോട്ടം ഇട്ടാൽ നല്ല രസമായിരിക്കും. ബ്ലാക്കിൻ്റെ കൂടെയും ഇടാം, വൈറ്റിൻ്റെ കൂടെ ഇടാം. നല്ല രസമുള്ളൊരു സ്റ്റിച്ച് ചെയ്യാം. മറ്റേ നമുക്ക് ഈ കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാം, എയർ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാം, ആലിയ കട്ട് പോലെ ചെയ്യാം. അങ്ങനെ ഏത് പാറ്റേണിലും ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇതാണ് നെക്സ്റ്റ് അതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ അല്ലേ. ഇത് ഒരേ ഡിസൈൻ അല്ല കേട്ടോ, ഇതിങ്ങനെ മാർബിൾ പ്രിന്റ് പോലെ. അതിനൊരു എന്താ പറയണേ കണ്ടോ, ഇവിടെ വേറെ ഡിസൈനാണ്. ഐ മീൻ
അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. അതായത് സെയിം ഒരു ഇപ്പം ബൂട്ട വർക്കാണെങ്കിൽ ആ ബൂട്ട ഡിസൈൻ തന്നെയല്ല, അങ്ങനെയല്ല. ഇതിങ്ങനെ കണ്ടോ പല പല ഷെയ്ഡ് ഇങ്ങനെ കയറി വരുന്ന ഇതാണ് ഇതിൻ്റെ ടൈപ്പ് കേട്ടോ. ഇവിടേക്ക് കുറച്ച് ഡാർക്ക് ആയിരിക്കും, അങ്ങനെ അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ഡൈയിങ് ആണ്. ഇങ്ങനെ വരുന്നു. 285 ആണ് പെർ മീറ്റർ റേറ്റ്. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതൊക്കെ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്യാനായിട്ട്. കാരണം പ്യുവർ ഫാബ്രിക് ആണ്, പ്ലസ് ഇതിൻ്റെ കളർ ബ്ലീഡ് ആവും, കാരണം ഹാൻഡ് ഡൈയിങ് ആണ് കേട്ടോ. 285. എനിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് കൈ കിട്ടി കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലാന്ന് പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽ വീണ്ടും വീണ്ടും എടുത്ത കുറേ ഫാബ്രിക്കിൽ ഒരു ഫാബ്രിക്കാണിത്. ഇതാ നല്ല രസമുള്ളൊരു ഓർഗൻസ, പ്യുവർ ഓർഗൻസയാണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ വീവിങ് ആണ് പോയിരിക്കുന്നത്. ജെക്കോഡ് വീവിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ വീവിങ്ങും. ഇത് സൂം ചെയ്ത് കാണിച്ചോ. ഇതാണ് ഇതിൻ്റെ ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു ഗോൾഡൻ ടിഷ്യൂ വീവും അതുപോലെ തന്നെ ജെക്കോഡ് വീവ്. ഇതിൻ്റെ സെൽഫ് വീവിങ് വരുന്നുണ്ട്. ഈ ഒരു ഓർഗൻസ വർക്കുന്നുണ്ടോ, സെൽഫായിട്ടുള്ളൊരു വീവിങ് വരുന്നുണ്ട് അതിൽ. പ്ലസ് ഈ ഒരു സെറി വർക്കും, ടിഷ്യൂ സെറി വർക്കും വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് ഓണത്തിന് ബ്ലൗസ് ആക്കാം, നല്ല രസമായിരിക്കും. ഇങ്ങനെ വരുന്നു. ഞാൻ ഈ യോക്ക് വെച്ചെങ്ങനെ ചെയ്യാം. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ, അത് ഞാൻ എടുത്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, ഈ ബ്ലാക്ക് കളർ. സോ ഇങ്ങനെ യോക്ക് പോർഷൻ കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടാലും അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല രസമുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. സാരി ആക്കാം, പക്ഷെ ഇതിൻ്റെ സൈഡ് നിങ്ങൾ സ്കാലപ്പ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിക്ക് ഇതാ, നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം. സാരി ആക്കിയാലും നല്ല രസമാണ്. ഇതിൻ്റെ ആ ഒരു ബോർഡർ ഒന്ന് സെറ്റ് ചെയ്താൽ, ബോർഡർ കണ്ടോ, ബോർഡറിനൊരു ഫിനിഷിങ് ഇല്ല, ഇങ്ങനത്തെ ബോർഡറാണ്, ഫാബ്രിക്കിൻ്റെ പോലത്തെ ബോർഡറാണ്. അപ്പം നമ്മളൊന്ന് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ സാരി ആയിട്ട്, നൈറ്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെഡിങ്ങിനുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ സാരി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 395. അടുത്തത് കോഡിംഗ് വർക്ക് ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്. ഇതൊരു നല്ല മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിന് കുറേ പേര് റീസ്റ്റോക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ, അത്രയും താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. അത് വേണ്ടുന്നവരിതാ, നല്ല രസമുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ കിട്ടിയവരെല്ലാം ഭയങ്കര ഇതിൻ്റെ 2-3 ഷെയ്ഡ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് കൊണ്ടുവരാനൊക്കെ നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. വേറെ ഒരു ഷെയ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇത് വന്നേക്കുന്നുണ്ടോ, നല്ല രസമുള്ള. ഇതൊക്കെ ഒരു ഡിസൈനർ ഫാബ്രിക്സ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് നോർമൽ ഉള്ളൊരു ഷോപ്പിൽ നിന്നും കിട്ടത്തില്ല. ഈ റേറ്റിനും നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല, ഇത് അവൈലബിൾ ആണെങ്കിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇത് വേറെ ഷോപ്പിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും കോപ്പി ചെയ്താലേ ഉള്ളൂ. ഇപ്പം നിലവിൽ എവിടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഇത് നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്ന എല്ലാ ഫാബ്രിക്സും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രൊഡക്ഷൻ കൊടുത്ത് ചെയ്യിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഷോപ്പിൽ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ വരില്ല. ഇപ്പം ഇതിൻ്റെ കോപ്പി ആരെങ്കിലും ചെയ്താലേ ഉള്ളൂ. കോപ്പി മീൻസ് ഇത് തന്നെ സെയിം വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചാലേ ഉള്ളൂ. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇങ്ങനെ വന്നേക്കുന്നു. ഇത് കൈ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ ക്വാളിറ്റി വൈസ്. ഇതാ ഇങ്ങനെ വന്നേക്കുന്നു. ത്രെഡ് വർക്ക് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള കോഡിങ് വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. തിക്കായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ്. അതായത് ഒരു സൈസ് ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് ഇത് വന്നേക്കുന്നത്. കണ്ടോ, മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഗ്രേ പിങ്ക് ഷെയ്ഡിലോട്ടൊക്കെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതൊരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ഈ ഒരു പിങ്ക് കണ്ടോ, ഈ ഒരു പിങ്ക് ദുപ്പട്ട കുറേ പേര് ഡൈ ചെയ്തുകൊണ്ട് പോയായിരുന്നു. കണ്ടോ, ഈ ഒരു ഷെയ്ഡിൽ പിങ്ക് ഷെയ്ഡിലേക്ക്, വൈറ്റും പിങ്കും അടിപൊളിയല്ലേ. ആ ഒരു ദുപ്പട്ട പിങ്ക് ഇട്ടാൽ മതി, എന്നിട്ട് വൈറ്റ് തന്നെ ബോട്ടം ഇടുക. നമുക്ക് ബോട്ടം ഫാബ്രിക് അവൈലബിൾ ആണ്. ഇത് വന്നേക്കുന്നത് ജാം സാറ്റിൻ ഫാബ്രിക് ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വൈറ്റ് നമുക്ക് കുറേ എടുത്താണ്, വൈറ്റ് ബോട്ടത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ടല്ലോ. സോ ഇത് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആണ് കേട്ടോ. നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് രണ്ടും വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫാബ്രിക് ബോട്ടവും ടോപ്പും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. വൈറ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ കണ്ടോ, എല്ലാത്തിൻ്റെയും കൂടെ ആവശ്യമുള്ളതല്ലേ. നല്ല ക്വാളിറ്റിയുള്ള ജാം സാറ്റിനാണ് ഫാബ്രിക്. ഇത് വരുന്നു വൈറ്റ്, 2 ലെയർ ആയിട്ട് പിടിക്കാം. 185 ആണ് പെർ മീറ്റർ. അടുത്തത് ഇത് വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ്. രണ്ടും ഇത് ഡൈയബിൾ ആണ്, അത് ഡൈയബിൾ അല്ല, അത് ജാം സാറ്റിനായിരുന്നു നമ്മൾ കാണിച്ചത്. ഇത് ഡൈ ചെയ്യാവുന്ന കോട്ടൺ ഫാബ്രിക് ആണ്. 185 പെർ മീറ്റർ വരുന്ന നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്, നമ്മളെപ്പോഴും കൊണ്ടുവരാറില്ല, എപ്പോഴും ആൾക്കാർ ആവശ്യമുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ പിങ്ക് ഷെയ്ഡിലോട്ടൊക്കെ ഡൈ ചെയ്യണമെങ്കിൽ ഇതും ഡൈ ചെയ്യാം.
ആൻഡ് അടുത്ത അതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മളൊരു പുതിയ ഷെയ്ഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു പേസ്റ്റൽ ബ്ലൂ. ഇതും നിങ്ങൾക്ക് ഈ ഒരു കളറിലേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ബോട്ടം ഫാബ്രിക് എടുക്കാം കേട്ടോ. ഇത് 2.75 മീറ്റേഴ്സ്. ഇത് 36 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഈ ഷെയ്ഡിലോട്ടൊക്കെ ഡൈ ചെയ്തെടുക്കാൻ പറ്റും. ഡൈയബിൾ ആണ്. ഇങ്ങനത്തെ ഫാബ്രിക് നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഇത് പുതിയൊരു ഷെയ്ഡാണ്. നല്ല രസമുള്ള നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പുതിയൊരു കളക്ഷനാണ്. ഇതും കോട്ടണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ എല്ലാം ത്രെഡ് കോമൺ ആണ് കേട്ടോ. ആ ഒരു പിങ്ക് ആൻഡ് ഗ്രേ കളറിലേക്കാണ് ഇതിൻ്റെ ത്രെഡ് വന്നേക്കുന്നത്. കളർ കോമ്പിനേഷൻ സെയിം ആണ്. ഐ മീൻ ത്രെഡിൻ്റെ കോമ്പിനേഷൻ സെയിം ആണ്. ബേസ് കളറിലാണ് ഡിഫറൻസ് വരുത്തി നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ബ്ലൂ. മീറ്റർ പ്രൈസ് വരുന്നത് 405. അടുത്തത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് സെയിം കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. നല്ലൊരു ഫാബ്രിക്കാണ്. ടോൺ ടു ടോൺ കളറിലാണ് എംബ്രോയിഡറി വർക്ക് പോയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ നമ്മൾ ഡിസൈൻ കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ്സ് തന്നെ 2 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടോൺ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി മൗ ടോൺ ആണ്. ഒരു എന്താ പറയുക, ചോക്ലേറ്റ് കളർ അല്ല, ഒരു മൗ ടോൺ ആണ്. നല്ല രസം. ഈ ലിപ്സ്റ്റിക്സിലൊക്കെ കാണുന്ന ഒരു ഡസ്റ്റി ചാർട്ടിൽ വന്നേക്കുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഫോക്സ് ജോർജറ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോക്സ് ജോർജറ്റ് എടുത്തൊരു കമന്റ് ചെയ്യട്ടോ. കാരണം ഫോക്സ് ജോർജറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ 90 രൂപയ്ക്ക് എടുക്കുന്ന ഫോക്സ് ജോർജറ്റ് അല്ല. ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഭംഗിയാ നോക്കി. എൻ്റെ വർക്ക് നല്ലൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു മെറ്റാലിക് ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് എ ലൈനായിട്ടോ സ്ലിറ്റർ ടോപ്പായിട്ടോ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും. നല്ല ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ത്രെഡ് വർക്ക് കണ്ടല്ലോ അല്ലേ, ഇതാണ് എൻ്റെ വർക്ക്. നല്ല റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 290 ആണ്. അങ്ങനെ വരുന്നു. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നുണ്ടോ, നല്ല രസമാണ്. രണ്ടും സെയിം ഫാമിലിയിൽ വരുന്ന കളറാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. രണ്ടും നല്ല കളേഴ്സാണ്. നിങ്ങൾക്ക് ഇല്ലാത്ത കളറോ അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡ് ഏതാണോ അതൊക്കെ നോക്കിയിട്ട് എടുത്തോളാം. ഈ ഷെയ്ഡൊക്കെ കുറച്ചുകൂടി എന്താണ്, ഒരു ഡസ്കി സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു കസ്റ്റമർ ഒരു സജഷൻ തന്നായിരുന്നു, സ്കിൻ കളർ ഏതൊക്കെ സ്കിൻ കളറിനാണ് ചേരുന്നതെന്നൊന്ന് പറയാമോ എന്നുള്ളത്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺസിനായിരിക്കും ചേരുന്നത്. ഇത് ഡസ്കി സ്കിൻ ടോൺസിനും ചേരുന്ന ഒരു കളറാണ് കേട്ടോ. ഇതും ചേരും. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് അല്ല, നല്ലൊരു സെറ്റിൽ ആയിട്ടുള്ള ഒരു പീച്ച് ടോണാണ്. ഒരു ഓറഞ്ചിന്റെ ചെറിയൊരു പേസ്റ്റിൽ ഓറഞ്ചിന്റെ ഒരു ടിന്റ് ഉണ്ട്, ബ്രിക്കിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്, പീച്ചിന്റെ ഷെയ്ഡ്, മൂന്നും കൂടെ ബ്ലെൻഡ് ആയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 290. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ അടിപൊളി പുതിയ കളക്ഷൻസ് മിസ്സാക്കാതെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകുമ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളാം കേട്ടോ. ഇതൊക്കെ പിടിപ്പിക്കരുത്, 2 ദിവസം കൊണ്ടാണ് ഡിസ്പാച്ച് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ മിസ് കോൾ അടിച്ച് ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പതുക്കെ റിപ്ലൈ തരാം കേട്ടോ. കുറെ സമയത്തിന് ശേഷം ഞാൻ റിപ്ലൈ എന്തെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.